ഹായ് കൂട്ടുകാരെ, പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞി കാക്കയുടെ കഥയാണ് കേട്ടോ. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോ വാ കഥയിലേക്ക് പോവാം. ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ ഒരു അമ്മക്കാക്കയും കുഞ്ഞിക്കാക്കയും ജീവിച്ചിരുന്നു. പറക്കാറായത് മുതൽ കുഞ്ഞിക്കാക്കയെയും കൊണ്ടാണ് അമ്മക്കാക്ക തീറ്റ തേടാൻ പോകാറുള്ളത്. മഹാവികൃതിയായ കുഞ്ഞിക്കാക്ക അമ്മക്കാക്ക പറഞ്ഞാൽ ഒന്നും അനുസരിക്കില്ല. എന്നിട്ട് അപകടത്തിൽ ചെന്ന് ചാടുകയും ചെയ്യും. അങ്ങനെയിരിക്കെ ഒരു ദിവസം കുഞ്ഞിക്കാക്ക അമ്മക്കാക്കയുടെ കൂടെ തീറ്റ തേടി പോകാൻ തയ്യാറായില്ല. അമ്മ പറഞ്ഞത് കേൾക്കാതെ അവൻ പോയത് അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്കായിരുന്നു. തീറ്റ തേടിപ്പോയ കുഞ്ഞിക്കാക്ക തിരിച്ചു വന്നത് ഒരു പൊന്മാലയുമായിട്ടാണ്. കൂട്ടിലെത്തിയ അവൻ മാല അമ്മയെ കാണിച്ചു. അമ്മേ, അമ്മയ്ക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പൊന്നുവിന്റെ മാലയാണ്. എന്നാൽ കുഞ്ഞിക്കാക്കയുടെ അമ്മ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. നീ ഇത് പൊന്നുവിനെ തന്നെ തിരിച്ചേൽപ്പിക്കൂ, അല്ലെങ്കിൽ അപകടമാണ്, അമ്മ അവനെ ഉപദേശിച്ചു. ഞാനിത് മോഷ്ടിച്ചതല്ലമ്മേ, എനിക്കിത് പൊന്നുവിന്റെ വീട്ടുമുറ്റത്ത് കിടന്ന് കിട്ടിയതാണ്. അമ്മയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാനിത് കഴുത്തിലിടും. കുഞ്ഞിക്കാക്ക വാശി പിടിച്ചു. അമ്മ കാക്ക ആവർത്തിച്ചു പറഞ്ഞിട്ടും കുഞ്ഞിക്കാക്ക തന്റെ തീരുമാനം മാറ്റിയില്ല. പിറ്റേന്ന് പൊന്മാലയും അണിഞ്ഞ് കുഞ്ഞിക്കാക്ക തീറ്റ തേടി ഇറങ്ങി. പൊന്നുവിന്റെ മാല കാണാത്തതിൽ വിഷമിച്ചിരിക്കുകയായിരുന്നു അവളുടെ അമ്മയും മറ്റും. അപ്പോഴാണ് കുഞ്ഞിക്കാക്ക അവിടെ എത്തുന്നത്. പൊന്നു പുറത്ത് നിൽക്കുമ്പോഴതാ ഒരു കാക്കയുടെ കഴുത്തിൽ പൊന്മാല. ഹേ, ഇത് എന്റെ പൊന്മാലയാണല്ലോ. അമ്മേ, അമ്മേ, ഓടിവായോ, ദേ എന്റെ മാല. പൊന്നുവിന്റെ കരച്ചിൽ കേട്ട് അമ്മ വന്നു. അമ്മ വന്ന് നോക്കുമ്പോഴതാ പൊന്നുവിന്റെ മാലയും ഇട്ടോണ്ട് ഒരു കാക്ക കുഞ്ഞ്. പൊന്നുവിന്റെ അമ്മ പറഞ്ഞു, കുഞ്ഞിക്കാക്കേ, കുഞ്ഞിക്കാക്കേ, പൊന്നുവിന്റെ പൊന്മാല തിരികെ തായോ, നിനക്ക് വയറ് നിറച്ച് ഭക്ഷണം തരാം. എന്നാൽ കുഞ്ഞിക്കാക്കയ്ക്ക് പൊന്മാല തിരികെ കൊടുക്കാൻ മനസ്സ് വന്നില്ല. അവൻ അതുമായി പറന്നകന്നു. പൊന്നുവിന്റെ വീട്ടുകാർ വടിയുമായി കുഞ്ഞിക്കാക്കയുടെ പുറകെ ചെന്നു. അപ്പോഴേക്കും കുഞ്ഞിക്കാക്കയുടെ അമ്മയും അവിടെ എത്തി. അമ്മ കുഞ്ഞിക്കാക്കയോട് പറഞ്ഞു, വേഗം മാല ഒരു താഴത്തേക്കിടൂ, ഇല്ലെങ്കിൽ അവർ നിന്നെ വെറുതെ വിടില്ല. ഭയന്നു പോയ കുഞ്ഞിക്കാക്ക മാല താഴെയിട്ടു. മാല കിട്ടിയപ്പോൾ പൊന്നുവിനും അമ്മയ്ക്കും സന്തോഷമായി. അവർ കുഞ്ഞിക്കാക്കയ്ക്ക് വയറു നിറയെ ആഹാരം നൽകി. തങ്ങളുടേതല്ലാത്ത ഒന്നും തന്നെ നമ്മൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കരുത് കേട്ടോ കൂട്ടുകാരെ. കഥ ഇഷ്ടായോ കൂട്ടുകാരെ? ഇതുപോലെയുള്ള ഒരുപാട് കഥകൾ നമ്മുടെ ചാനലിലുണ്ടേ, അതൊക്കെ കയറി കാണണേ, ലൈക്ക് ചെയ്യണം. പിന്നെ ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് നല്ല കഥകളൊക്കെ കാണാനാവും. അപ്പോ നാളെ നല്ല കഥയുമായി വരാട്ടോ. അതുവരെ ബൈ ബൈ.